ഇത് സ്ഥിരമായിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പല നീർക്കെട്ടുണ്ടാകും, പല ഭാഗത്ത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാം. ഈവൻ നമ്മുടെ ഈ കുടലിൽ പലതരത്തിലുള്ള ഡാമേജുകൾ ഉണ്ടാക്കിയിട്ട് ഈവൻ കുറേ നാൾ കഴിച്ചു കഴിഞ്ഞാൽ DNA വരെ പ്രോബ്ലം ഉണ്ടാക്കാം. നമ്മുടെ കുട്ടികളുടെ DNA വരെ മാറ്റാം, ഈവൻ ക്യാൻസർ വരെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇത് ഫ്രാൻസിൽ ഇത് ബാൻഡാണ്, ജർമ്മനിയിൽ ബാൻഡാണ്, നെതർലാൻഡ്, ഓസ്ട്രിയ, ഡെൻമാർക്ക്, നോർവേ, പിന്നെ എൻ്റയർ യൂറോപ്യൻ യൂണിയനിൽ തന്നെ 2022 മുതൽ ഈ സാധനം ബാൻഡാണ്. നോക്കിയേ, അതിൻ്റെ ബേസ് ആയിട്ടുള്ള സാധനം തന്നെ ബാൻഡാണ്. ഇപ്പം ഇന്ത്യയിൽ അത് സുലഭമായിട്ട് ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് മാത്രമാണോ? ഞാൻ പറഞ്ഞില്ലേ, ഈ വെള്ളയിൽ തന്നെ ഇത്രയും പ്രശ്നമുണ്ട്. യെല്ലോ കളർ എൻ്റെ മകളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്ന് പറഞ്ഞു, അതിൻ്റെ അകത്തും പ്രശ്നമാണ്. ആ യെല്ലോ കളർ ശരിക്കും എന്താണ്? അതും ഒരു കളർ ആഡ് ചെയ്തിട്ടാണ് യെല്ലോ ഉണ്ടാകുന്നത്. ടാർട്രാസിൻ E102 എന്നുള്ളൊരു സാധനമാണ് യെല്ലോ കളർ ഉണ്ടാക്കാൻ വേണ്ടി ഈ മുട്ടായികളിലും ഈ സോഫ്റ്റ് ഡ്രിങ്ക്സിലും ചിപ്സിലും ഒക്കെ അത് ആഡ് ചെയ്യാറുണ്ട്. കുട്ടികൾക്ക് ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാവും, എവിടെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ, ആസ്മ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും, അലർജി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും, ചൊറിച്ച് തടിക്കും, പിന്നെ മൈഗ്രെയിൻ തലവേദന ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. ഇത് ഓസ്ട്രേലിയയിലും നോർവേയിലും ഇത് റെസ്ട്രിക്റ്റഡ് ആണ്, ഒരിക്കലും കൊടുക്കാൻ പാടില്ല. UK യിലും ഒരു യെല്ലോ കളർ വാർണിങ്ങിൻ്റെ അകത്താണ് ഈ കളർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൊടുക്കുന്നത്.